നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ലൂപ്സിനെ കുറിച്ചാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും, ഒരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യുക, അതായത് റിപ്പീറ്റഡ് ആയിട്ട് സെയിം തിങ്സ് വർക്ക് ചെയ്യുന്നതാണ് ലൂപ്സ് എന്ന് പറയുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിൽ കുറേ ലൂപ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ലൂപ്പ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും, ഫോർ ലൂപ്പ്. സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലും ഫോർ ലൂപ്പ് ഉണ്ട്, ഇതേപോലെ വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ മാത്രമായിട്ട് ഫോർ ലൂപ്പ്, ഫോർ ഓഫ് ലൂപ്പ് ഒക്കെ ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ബേസ്ഡ് വർക്ക് ചെയ്യുന്നതിനാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഫോറിൻ്റെ അകത്ത് തന്നെ നമ്മൾ കണ്ടീഷൻസ് മൊത്തം എഴുതിയിട്ടുണ്ടാവും, ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ. അതാണ് ഫോർ ലൂപ്പ്. പിന്നെ ഉള്ളത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വൈലിൻ്റെ ഉള്ളിൽ എഴുതിയ കണ്ടീഷൻ തീരുന്നത് വരെ ആ ലൂപ്പ് വർക്കാവും. ആ കണ്ടീഷൻ എപ്പോഴാണ് ട്രൂ ആവുന്നത് അതുവരെ അത് വർക്കാവും. പിന്നെ ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ വൈൽ ലൂപ്പിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഡു വൈൽ ലൂപ്പിൽ ഫസ്റ്റ് എന്താണ് പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് ഡു വൈൽ ലൂപ്പ്. ദെൻ ജാവാസ്ക്രിപ്റ്റിൽ മാത്രമായിട്ട് വരുന്നതാണ് ഫോർ ഇൻ ലൂപ്പ്, ഫോർ ഓഫ് ലൂപ്പ്. നമുക്ക് ആദ്യം ഫോർ ലൂപ്പും വൈൽ ലൂപ്പും നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ആൾ ഞാനൊരു അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് പ്ലേസസ് എഴുതാം. മലപ്പുറം, കാലിക്കറ്റ്, ദെൻ കൊച്ചിൻ, ദെൻ കണ്ണൂർ. സോ ഞാൻ കുറച്ച് പ്ലേസസ് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ഫോർ ലൂപ്പിലിട്ടിട്ട് ലെറ്റ്. സോ ഫോർ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഫോർ എന്ന് വരും, ഫോർ കീവേഡ് വരും, പിന്നെ രണ്ട് ബ്രാക്കറ്റ് വരും. ബ്രാക്കറ്റിനുള്ളിൽ ഫസ്റ്റ് നമ്മൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യണം. നമ്മൾ ലെറ്റ്, കോൺസ്റ്റ്, വാറൊക്കെ യൂസ് ചെയ്തിട്ട് നോർമലി എങ്ങനെ വേരിയബിൾ വെക്കുന്നത് അതേപോലെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. സോ ലെറ്റ് ഐ, ഫസ്റ്റ് ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കണം. ഐ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണ്. അതായത് ഓരോന്നിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. നമ്മൾ പറയെ നോക്കിയ ടൈമിൽ ഓരോന്നിനും ഓരോ ഇൻഡെക്സസ് ഉണ്ടായിരുന്നു. സോ ഐ അസൈൻ 0. ദെൻ ഐ ലെസ് ദാൻ, അതായത് ഇവിടെ ഒരു കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഇത് വർക്കാവും. സോ നമുക്കിത് ലെങ്ത്ത് കൊടുക്കാം, എ ഡോട്ട് ലെങ്ത്ത്. അതായത് എ ഡോട്ട് ലെങ്ത്ത് ഇതിനെ മേലെ പോവുകയാണെങ്കിൽ അത് ഫോൾസ് ആവും, അതുവരെ അത് വർക്കാവും. പിന്നെ അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കാം. അതായത് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒന്ന് കൂടും. സോ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാം, എ ഓഫ് ഐ. ഇപ്പോൾ എ ഓഫ് ഐ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഓരോ പ്ലേസസ് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ടാവും. മലപ്പുറം, കാലിക്കറ്റ്, കൊച്ചിൻ, കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് നാലായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് എന്ത് പ്രോബ്ലംസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ അറേൻ്റെ ഉള്ള ഓരോ വേരിയബിൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ഉണ്ടെങ്കിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിന് പകരം നമ്പർ കൊടുക്കാം, 1 2 3 4 5. നമുക്ക് ഈ നമ്പറിൽ എല്ലാതും 2 കൊണ്ട്, അതായത് 2 കൊണ്ട് ഗുണിക്കണം. ആ ടൈമിൽ നമുക്ക് കോൺസ്റ്റ്, നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, സമ്മല്ല, ന്യൂ അറേ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ എന്ത് ചെയ്യാം, എ ഇൻറ്റു ന്യൂ അറേ ഡോട്ട് പുഷ്. പുഷ് എന്ന് പറഞ്ഞാൽ പുഷിലൊക്കെ നമ്മൾ വരുന്നുണ്ട്, നമ്മൾ അറേൻ്റെ വീഡിയോയിൽ നമ്മളത് പറയുന്നതായിരിക്കും. പുഷ് എന്ന് പറഞ്ഞാൽ ആ അറേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഷ് ചെയ്ത് കൊടുക്കാനാണ്, പുതിയ വാല്യൂസ് വെച്ച് കൊടുക്കാനാണ് പുഷ് യൂസ് ചെയ്യുന്നത്. സോ ന്യൂ അറേ ഡോട്ട് പുഷ് ന്യൂ എ ഓഫ് ഐ ഇൻറ്റു 2. ഓരോ വാല്യൂസ് എടുത്തിട്ട് 2 കൊണ്ട് ഗുണിച്ചിട്ട് ന്യൂ അറേയിൽ പുഷ് ചെയ്യും. നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് ന്യൂ അറേ എന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. 2 4 6 8 10 കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ പല പ്രോബ്ലംസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഫോർ ലൂപ്പ്. ഈ സിൻറ്റാക്സ് ആണ് ഫോർ ലൂപ്പിന് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ അത് വർക്കായിക്കൊണ്ടേയിരിക്കും. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ASIN 5. എന്നിട്ട് വൈൽ ലൂപ്പ് ഇട്ടു. ഇനി നമുക്കൊരു കണ്ടീഷൻ വേണം വൈൽ കഴിഞ്ഞിട്ട്. ഞാനിവിടെ ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അതായത് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ അതിൻ്റെ താഴെ അല്ലെങ്കിൽ അത്
അതുവരെ അതാണ് ലെസ് ദാൻ ഈക്വൽ ടു. നമുക്ക് ഇതേപോലെ ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ 5 ആവുന്നത് വരെ അത് വർക്കാവും. ഇവിടെ 0 എന്ന് കൊടുക്കട്ടോ, നമുക്ക് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതല്ലേ. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ console.log എ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എയുടെ വാല്യൂ 1 കൂട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എഴുതിയതിന് പകരം നമുക്ക് വേണമെങ്കിൽ A++ കൊടുക്കാം. അങ്ങനെയാണെങ്കിലും ഒരു വാല്യൂ കൂട്ടി കൊടുക്കും. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 0 മുതൽ 5 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡു വൈൽ ലൂപ്പ് നോക്കാം. ഡു വൈൽ ലൂപ്പ് വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്, പക്ഷേ ഡൂവിലുള്ള കണ്ടീഷൻസ് ആദ്യം വർക്ക് ചെയ്യും. ഡൂവിലുള്ള കാര്യങ്ങൾ ആദ്യം വർക്ക് ചെയ്തിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്തിട്ട് പിന്നെയാണ് വൈൽ ലൂപ്പിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. സോ ഡൂവിൽ സിൻടാക്സ് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് console.log എ അടിക്കണം. പിന്നെ എയുടെ വാല്യൂ 1 ഇൻക്രീസ് ചെയ്യണം. ദെൻ വൈൽ വരും. വൈലാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ 0 to 5 വന്നിട്ടുണ്ട്. സോ ഇതാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിൽ വൈൽ ലൂപ്പ് പോലെ തന്നെയാണ്, പക്ഷേ ഡു ഫസ്റ്റ് വർക്ക് ചെയ്യും പിന്നെയാണ് വൈൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ വൈൽ ലൂപ്പിലാണെങ്കിൽ വൈൽ കണ്ടീഷൻ വർക്ക് ചെയ്തിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വർക്കാവുള്ളൂ. സോ അതാണ് ഡു വൈൽ ലൂപ്പ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിൻ ലൂപ്പ് ആൻഡ് ഫോർ ഓഫ് ലൂപ്പാണ്. ഫോറിൻ ലൂപ്പും ഫോർ ഓഫ് ലൂപ്പും ഒക്കെ ജാവാസ്ക്രിപ്റ്റിൽ മാത്രമുള്ള 2 സിൻടാക്സ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് കോമൺ ആയിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതാണ്, പക്ഷേ ഫോറിൻ ലൂപ്പ് ആൻഡ് ഫോർ ഓഫ് ലൂപ്പ് ജാവാസ്ക്രിപ്റ്റിൽ മാത്രമുള്ളതാണ്. ഫോറിൻ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് ഫോറിൻ ലൂപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ ഹാവ് എ ഒബ്ജക്റ്റ് എന്ന് പേരിട്ടിട്ടുണ്ട്. നെയിം ഫസ്റ്റ് നെയിം, ബഡ്ജിയോൺ എന്ന് കൊടുത്തിട്ട് സെക്കൻഡ് നെയിം സൊല്യൂഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ. സോ ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് ഐ, ഫോറിൻ ലൂപ്പിൻ്റെ സിൻടാക്സ് തന്നെയാണ്. ലെറ്റ് ഐ ഇൻ ഏതാണോ ഒബ്ജക്റ്റ്. സോ ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഓഫ് ഐ എടുത്താൽ നമുക്ക് ഈ ഐയുടെ വാല്യൂ, അതായത് ഫസ്റ്റ് നെയിമിൻ്റെ വാല്യൂ കിട്ടും. console.log. സോ ബഡ്ജിയോൺ സൊല്യൂഷൻ എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഓരോ വാല്യൂസിലും കീയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അറേസ് വേണമെങ്കിൽ നമുക്ക് അൾട്രേറ്റ് ചെയ്യാം, ബട്ട് അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഓഫ് ലൂപ്പ് ഉള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഒബ്ജക്റ്റ് ഇവിടെ നമുക്ക് അറേ 1 2 3 4 5 എന്ന് കൊടുത്ത് വേണമെങ്കിൽ അറേ കൊടുക്കാൻ പറ്റും. എന്നിട്ട് അറേ ഓഫ് 5 കൊടുത്താലും നമുക്ക് വാല്യൂസ് കിട്ടും. 1 2 3 4 5 കിട്ടും. പക്ഷേ ഇത് കോമൺലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. സോ അറേസ് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ സ്ട്രിങ് ഇട്ടാലും സ്ട്രിങ്ങും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഓരോരോ വേരിയബിളായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും സ്ട്രിങ്ങിൻ്റെ. ബഡ്ജിയോണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ സ്ട്രിങ്ങിനും ഒബ്ജക്റ്റൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ എലമെൻ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അറേയുടെ കേസ് വരുമ്പോൾ നമ്മൾ ഫോർ ഓഫ് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫോർ ഓഫ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ലെറ്റ് മീ ക്രിയേറ്റ് ആൻ അറേ 1 2 3 4 5. സോ ഫോർ ഓഫ് ലൂപ്പ് വെച്ചിട്ട് സെയിം ലൈക്ക് സിൻടാക്സ് സെയിം ആണ്. ലെറ്റ് ഐ ഓഫ് അറേ. എന്നിട്ട് ഇതില്ലെന്ന് വെച്ചാൽ നമുക്ക് ഐ പ്രിൻ്റ് ചെയ്താൽ മതി, വേരിയബിൾ കിട്ടും. സോ ഐ ആവും വേരിയബിൾ. സോ 1 2 3 4 5 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അതായത് ഓരോ ഇത് വെച്ചിട്ടല്ല, ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടല്ല, ഡയറക്റ്റ് വേരിയബിളാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഫോർ ഓഫ് ലൂപ്പിൻ്റെ ഒരു സിൻടാക്സ് വരുന്നത്. നമ്മൾ ഫോർ ലൂപ്പിൽ ചെയ്ത പോലെ പല കാര്യങ്ങളും ഇതിലും ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഈസിയാണ്. സോ നമ്മൾ ഫോർ ലൂപ്പ് പോലെ പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോർ ഓഫ് ലൂപ്പിലും ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. സോ ഇതാണ് ലൂപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. സോ ഇതൊക്കെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലുള്ള ലൂപ്സ്. ഇതൊക്കെ എന്താ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പല പ്രോബ്ലംസ് ഉണ്ട്.
ലോജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ ഫോർ ഓഫ് ലൂപ്പൊക്കെ വെച്ചിട്ട്. ഫോർ ഓഫ് ലൂപ്പ്, ഫോറിൻ ലൂപ്പ്, നോർമൽ ഫോർ ലൂപ്പൊക്കെ വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ ലൂപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.